ഈശോയിൽ എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കത്തോലിക്ക സഭയിലെ ഏറ്റവും വലിയ അത്ഭുതം പരിശുദ്ധ കുർബാനയാണ്. പരിശുദ്ധ കുർബാനയിൽ യേശുനാഥൻ കൗദാശികമായി സദാ സന്നിഹിതനാണെന്ന് നാമൊക്കെ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനത്തിൻ്റെ വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള യാത്രയിൽ പിതാവായ ദൈവം പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും അവരെ അനുധാവനം ചെയ്യുന്നുണ്ട്. പരിശുദ്ധ കുർബാനയിലൂടെ യേശുനാഥൻ നമ്മുടെ ഹൃദയത്തിൻ്റെ അൾത്താരയിലേക്ക് കടന്നു വന്ന് സ്വർഗീയ വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നമ്മെ ഓരോരുത്തരെയും അനുധാവനം ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് യേശുനാഥൻ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത്? എന്തിനു വേണ്ടിയാണ് പരിശുദ്ധ കുർബാനയിലൂടെ തൻ്റെ തന്നെ തിരുശരീര രക്തങ്ങൾ അനുദിനം നമുക്കായിട്ട് പങ്കുവെച്ച് നൽകുന്നത്? ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യരായ നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത് അവനോടൊപ്പം അവൻ്റെ നിത്യതയുടെ ഭാഗമാകാനാണ്. എന്നാൽ നമ്മുടെ ആദ്യ മാതാപിതാക്കന്മാർ വിലക്കപ്പെട്ട കനി ഭക്ഷിക്കുക എന്ന അനുസരണക്കേടിലൂടെ ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമായ സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്യുമ്പോൾ അനുസരണക്കേടിനുള്ള ശിക്ഷയായി മരണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ നിത്യത എന്ന സുഹൃതത്തിനു മേൽ മരണത്തിൻ്റെ കാർമേഘങ്ങൾ പരക്കുകയാണ്. പഴയ നിയമത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള യാത്രയെക്കുറിച്ച് നാം ധ്യാനിക്കുന്നുണ്ട്. പെസഹക്കുഞ്ഞാടിൻ്റെ രക്തം തളിക്കപ്പെടുന്ന ഭവനങ്ങളും പെസഹക്കുഞ്ഞാടിൻ്റെ മാംസം ഭക്ഷിക്കുന്ന വ്യക്തികളും അത്ഭുതകരമായി സംഹാരദൂതനിൽ നിന്ന് സംരക്ഷിക്കപ്പെടുകയാണ്. ഇത് പഴയ നിയമത്തിൽ ഒളിഞ്ഞിരിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ ഒരു പ്രതീകം കൂടിയാണ്. അനുസരണക്കേടിലൂടെ മരണമെന്ന ശിക്ഷ ഏറ്റുവാങ്ങുന്ന മാനവരാശിക്ക് നിത്യത എന്നേക്കുമായി നഷ്ടമാവുകയാണ്. ഈ നിത്യതയിലേക്ക് വീണ്ടും പ്രവേശിക്കുന്നതിന് മരണത്തെ നിത്യമായി കീഴടക്കി പിതാവിന് മുമ്പിൽ പരിപൂർണ അനുസരണത്തിൻ്റെ ഒരു ബലി മാനവരാശി അർപ്പിക്കേണ്ടിയിരുന്നു. ദൈവപുത്രനായ യേശുനാഥൻ തൻ്റെ മാനവീകരണത്തിലൂടെ നമ്മിൽ ഒരുവനായി പരിപൂർണ അനുസരണത്തിൻ്റെ ഈ ബലി പിതാവിന് മുമ്പിൽ അർപ്പിക്കുകയാണ്. അങ്ങനെ ഒരിക്കൽ നഷ്ടമായ നിത്യതയുടെ വാതായനങ്ങൾ നമുക്കായി തുറന്നു കിട്ടുകയാണ്. എന്നാൽ പരിപൂർണ ദൈവവും പരിപൂർണ മനുഷ്യനുമായ യേശുനാഥൻ്റെ തിരുശരീര രക്തങ്ങൾ നമ്മുടെ അസ്തിത്വത്തിൻ്റെ ഭാഗമാകുമ്പോഴാണ് അവൻ്റെ സനാതന ഉടമ്പടിയിൽ പങ്കുകാരായി നാമൊക്കെ നിത്യതയുടെ ഭാഗമായി തീരുന്നത്. യേശുനാഥൻ ഇപ്രകാരം അരുളി ചെയ്യുന്നുണ്ട്: എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ നിത്യം ജീവിക്കും, അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. സ്നേഹമുള്ളവരെ, യേശുനാഥൻ്റെ ഈ തിരുശരീര രക്തങ്ങൾ നാം ആഴ്ചയിലൊരിക്കലോ കടമുള്ള ദിവസങ്ങളിലോ മാത്രമാണോ സ്വീകരിക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യേശുനാഥൻ്റെ ബലി തുടരെ അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആഴ്ചയിൽ ഒരിക്കലും കടമുള്ള ദിവസങ്ങളിലും മാത്രമാണ് യേശുനാഥൻ്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കേണ്ടതെങ്കിൽ ബലിയർപ്പണം ഞായറാഴ്ച ദിവസം മാത്രം നടന്നാൽ പോരെ? കർത്താവ് പഠിപ്പിച്ച കർത്തൃ പ്രാർത്ഥനയുടെ 2ാം ഭാഗം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. മൂലഗ്രന്ഥത്തിൽ അന്നു വേണ്ടുന്ന ആഹാരത്തെ സൂചിപ്പിക്കാനായി ഉപയോഗിച്ചിരിക്കുന്ന പദം മന്ന എന്ന പദമാണ്. നമുക്കെല്ലാവർക്കും അറിയാം എന്താണ് മന്ന. ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമി യാത്രയിൽ ദൈവം അവർക്ക് നൽകിയ അനുദിന സ്വർഗീയ ഭോജ്യമായിരുന്നു മന്ന. എന്നാൽ ഇസ്രായേൽ ജനം വാഗ്ദത്ത ഭൂമിയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന നിമിഷം മുതൽ പിന്നീട് അവർക്ക് മന്ന ലഭിക്കുന്നില്ല. മിശിയ വരുമ്പോൾ വീണ്ടും ഈ സ്വർഗീയ ഭോജ്യമായ മന്ന കൊണ്ടുവരുമെന്ന ഒരു വിശ്വാസം ഇസ്രായേൽ ജനത്തിനിടയിൽ ഉണ്ടായിരുന്നു. സ്നേഹമുള്ളവരെ, മിശിയ നമുക്ക് നൽകുന്ന സ്വർഗീയ മന്ന അവൻ്റെ തിരുശരീര രക്തങ്ങളാണ്. മരുഭൂമി യാത്രയിൽ മന്ന ഭക്ഷിക്കുന്ന എല്ലാവരും, ജോഷു ഒഴികെ ബാക്കിയുള്ള എല്ലാവരും വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മരിക്കുകയാണ്. എന്നാൽ യേശുനാഥൻ നൽകുന്ന സ്വർഗീയ മന്ന അവൻ്റെ തിരുശരീര രക്തങ്ങൾ ഭക്ഷിക്കുന്ന വ്യക്തികൾ അവനോടൊപ്പം അവൻ്റെ നിത്യതയുടെ ഭാഗമാകും. എങ്ങനെയാണ് ക്രിസ്തുനാഥൻ്റെ തിരുശരീര രക്തങ്ങൾ നമ്മെ നിത്യതയുടെ ഭാഗമാക്കുക? സ്നേഹമുള്ളവരെ, സാധാരണഗതിയിൽ നാം ഒരു ഭക്ഷണപദാർത്ഥം കഴിക്കുമ്പോൾ ആ ഭക്ഷണപദാർത്ഥം നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി തീരും.
എന്നാൽ യേശുനാഥൻ്റെ തിരുശരീര രക്തങ്ങൾ നാം സ്വീകരിക്കുമ്പോൾ നാം ക്രിസ്തുനാഥൻ്റെ തിരുശരീര രക്തങ്ങളുടെ ഭാഗമായി തീരും. എന്താണ് ക്രിസ്തുനാഥൻ്റെ തിരുശരീര രക്തങ്ങളുടെ പ്രത്യേകത? ക്രിസ്തുനാഥൻ മരണത്തെ രുചിച്ചവനാണ്, എങ്കിലും മരിച്ച് മണ്ണടിഞ്ഞില്ല. മറിച്ച് മരണത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ട് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്നും കർത്താവ് നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു. ആ ഉദ്ധിതനായ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ, മരണത്തെ എന്നേക്കുമായി കീഴടക്കിയ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ നമ്മുടെ അസ്തിത്വത്തിൻ്റെ ഭാഗമാകുമ്പോൾ അതുവഴി നാം അവൻ്റെ നിത്യതയുടെ ഭാഗമായി തീരും. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളുടെ തിരുനാൾ നാം ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ കർത്താവ് നമുക്ക് നൽകുന്ന അനുദിന സ്വർഗീയ മന്ന നമുക്ക് ഭക്ഷിക്കാം. അങ്ങനെ ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങൾ അനുദിനം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ സ്വർഗീയ വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള യാത്ര തുടരാം. അവനോടൊപ്പം അവൻ്റെ നിത്യതയുടെ ഭാഗമായി തീരാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.